കേസിനെ കുറിച്ച് പറയാം. അദ്ദേഹം പറഞ്ഞു CMR കമ്പനിക്ക് പരാതിയില്ല, അതുപോലെ വീണ വിജയന് പരാതിയില്ല, പിന്നെ പരാതിക്കാർക്ക് എന്ത് പരാതി? എനിക്ക് പരാതിയുണ്ട്, പക്ഷേ ഞാൻ ഇത് ഇന്നലെയും പറഞ്ഞു, കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായി പറയാണ്. അത് ഇപ്പോൾ ഇവിടെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അത് തൈക്കണ്ടിയിലെ തറവാട് സ്വത്തല്ല, അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പുറത്തു പോകുന്ന ഓരോ രൂപയ്ക്കും വളരെ കൃത്യമായി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനായിട്ട് ആ കമ്പനി ഉത്തരവാദിത്വം പറയണം. നമ്മുടെ കേസ് എന്താണ്? കമ്പനിയും വീണ തൈക്കണ്ടിയും ഉൾപ്പെടെ നിരവധി ആളുകൾ ചേർന്ന് ആ കമ്പനിയിൽ നിന്നും 172 കോടി രൂപ അനധികൃതമായി മാറ്റിയിരിക്കുന്നു. അതിൽ 1.72 EDയുടെ അന്വേഷണ പ്രകാരം 2,78,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ്റെ കമ്പനി പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകാതെ കൈപ്പറ്റിയിരിക്കുന്നു. അതാണ് ഇവിടുത്തെ കേസ്. ആ കേസ് കൊടുത്തത് ആ കമ്പനിയുടെ ആ ഒരു ഷെയർ ഹോൾഡറായ ആ കമ്പനിയുടെ ലാഭവിഹിതത്തിൽ 1 രൂപയെങ്കിൽ 1 രൂപയ്ക്ക് ലാഭവിഹിതത്തിന് അർഹതയുള്ള, എനിക്ക് 2 ഷെയറേ ഉള്ളൂ, 250 രൂപയുടെ 2 ഷെയറേ ഉള്ളൂ, ആ 2 ഷെയർ എന്ന നിലയിലും എനിക്കും അവകാശമുള്ള, എനിക്ക് മാത്രമല്ല സഖാവേ, എനിക്ക് ഈ സംസ്ഥാനത്ത് KSIDC കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഈ സംസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാപനത്തിന് 13.4% ഷെയറുള്ള ഈ സംസ്ഥാനത്തെ ഓരോ പൗരനും നിങ്ങളെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. ഓരോ പൗരനും ഈ വിഷയത്തിൽ പരാതി കൊടുക്കാൻ അവകാശമുണ്ട്. ഈ സംസ്ഥാനത്തെ ഓരോ പൗരനും ഈ കേസുമായി മുമ്പോട്ട് പോകാൻ അവകാശമുണ്ട്. അത് തറവാട് സ്വത്തല്ല ആ സ്ഥാപനം. ആ സ്ഥാപനത്തിൽ മേൽ ഇനി കേസ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ? അതും പറയാം. അല്ല, അതിനിടയ്ക്ക് ഒരു കാര്യം ശ്രീ ഷോൺ ജോർജ്, അതായത് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. ഒരു AMC കരാറാണ് ഉണ്ടായിരുന്നത് എന്നാണ്. 2021 വരെ അവിടെ വീണ വിജയൻ്റെ കമ്പനി സ്റ്റാഫ്, അവരുടെ മെൻറ്റർ എന്ന നിലയിൽ പോലും അദ്ദേഹം വിശേഷിപ്പിക്കട്ട വിവാദ നായകരുൾപ്പെടെ മൊഴി SFIO രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, CMRൻ്റെ ഫിനാൻസ് ഓഫീസറും അവരുടെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും മുഴുവൻ പേരുടെ മൊഴി രേഖപ്പെടുത്തിയ മൊഴി കയ്യിലുണ്ട്, വേണേൽ കാണിച്ചു തരാം. ആ മൊഴികളിൽ മുഴുവൻ വളരെ കൃത്യമായി യാതൊരു സേവനങ്ങളും വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക് ആ കമ്പനിക്ക് നൽകിയിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അവരുടെ CMRലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല, വീണയുടെ അതായത് എക്സാലോജിക് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം പോട്ടെ, ഈ CMR കമ്പനിയുടെ ഉടമസ്ഥരുടെ പേരിലുള്ള NBFC നോൺ ഫിനാൻസ് കോർപ്പറേഷനിൽ 56 ലക്ഷം രൂപ കൈപ്പറ്റിയത് അത് ഏത് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റാണ്? അതിന് കരാറ് വല്ലതും ഉണ്ടോ സഖാവിന് കാണിക്കാൻ? ഇത് കൃത്യമായി ആ കമ്പനി ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്താണ്? CMRൽ അവർ കേരളത്തിൻ്റെ തീരദേശത്തെ കരിമണൽ ഖനനം ചെയ്യുന്ന, ആ കരിമണലിൽ നിന്നും തോറിയം ഉൾപ്പെടെ ഇലുമിനേറ്റ് ഉൾപ്പെടെ ഖനനം ചെയ്തെടുത്ത് അത് വേർതിരിച്ചെടുക്കുന്നൊരു കമ്പനിയാണ്. അവരുടെ റോ മെറ്റീരിയൽ എന്താണ്? കരിമണലാണ്. ആ കരിമണൽ ആകാശത്തു നിന്ന് പൊട്ടി വീഴില്ല, കേരളത്തിൻ്റെ തീരദേശത്ത് നിന്ന് അവരെടുക്കണം. അത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അവർക്ക് ആ കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ നാട് ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് കാശ് കൊടുത്തല്ലാതെ പറ്റില്ല. അതിനുവേണ്ടി മുഖ്യമന്ത്രിയെ പണം കൊടുത്ത് വാങ്ങിയതാണ് ഈ അഴിമതിക്ക് കാരണം. പിന്നെ നിങ്ങൾ പറയുന്ന 2.78 എന്ന് പറയുന്നത് അക്കൗണ്ടിൽ വാങ്ങിയ പണമാണ്. അക്കൗണ്ടിൽ അല്ലാത്ത പണം എത്രയുണ്ടെന്നുള്ളത് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ രേഖകൾ പുറത്തു വരുമ്പോൾ പൊതുസമൂഹത്തിന് മനസ്സിലാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.